ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ഇടിഞ്ചക്ക കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഇടിഞ്ചക്ക തോരനാണ്. താമസിച്ച ഇത്തവണ ചക്ക ഉണ്ടായത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടെറസിൻ്റെ മേളിലെ പച്ചക്കറി കുറച്ച് പറിക്കാനുണ്ട്. അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാം, അല്ലെങ്കിൽ കിളികളെല്ലാം കൊണ്ടുപോവേ. അപ്പോൾ തക്കാളി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം മാത്രമേ ഉള്ളൂ. 3 നേരവും വെള്ളം ഒഴിക്കണേ, ടെറസിൻ്റെ മേളിലായതുകൊണ്ട്. അത്രക്ക് വെയിലാണ്. ഒക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ പഴുത്തതൊക്കെ ഞാനിങ്ങോട്ട് പറിച്ചതാണ്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് പറിക്കാൻ പാകമായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇപ്പോൾ പൂ കുത്തിയിട്ടുണ്ട്. ഈ ക്യാബേജിൻ്റെ ഒപ്പം തന്നെ നട്ടതാണ്. ക്യാബേജ് എല്ലാം നമ്മൾ കുറേയൊക്കെ കറി വെക്കാനൊക്കെ ആയിട്ട് എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറും കൂടെ പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കത്തി എടുത്തില്ലായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബ്ലേഡാണുള്ളത്. അപ്പോൾ ബ്ലേഡും കൊണ്ട് മുറിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. എൻ്റെ തണ്ടിന് ഇത്തിരി കട്ടിയുണ്ട്. നമുക്ക് ഇനി ഒടിച്ചെടുക്കാൻ നോക്കാം. ഒടിഞ്ഞു പോന്നിട്ടുണ്ട്. കണ്ടോ, ഒരു മരുന്നും ഇതും ഒന്നും അടിക്കാത്തതാണ്. വളം വരെ ഞാൻ ഈ കിച്ചൺ വേസ്റ്റിലെ വളമാണ് ഇതിനൊക്കെ ഇടുന്നത്. അതേപോലെ തന്നെ അതിന് ഒരല്പം വെള്ളവും കിട്ടും, അതും ഒഴിക്കും. അപ്പോൾ ഇത് ക്യാബേജ് ഉണ്ട്, അതും കൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ശംഭുവിന് ക്യാബേജ് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ശംഭുവിനും കൊടുക്കണേ. ശംഭുവിന് ക്യാബേജ് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഇലയൊക്കെ അങ്ങോട്ട് കളഞ്ഞേക്കാം. ഒരുവിധം വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കൊരു ഓറഞ്ചിൻ്റെ തൈ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങുമ്പോൾ അതിൽ ഒരു ചെറിയ കായ ഉണ്ടായിരുന്നേ. അതിന് വലിപ്പമൊന്നും വെക്കുന്നില്ല. പിന്നെ ഇത് ഞാൻ വേറെ ചട്ടിയിലേക്ക് പറിച്ച് വെച്ചപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേ അതിപ്പോൾ പൂത്ത് വന്നിട്ടുണ്ട്. ആദ്യമേ അത് കിളിർത്ത് നല്ലോണം. അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ ഇപ്പോൾ പൂവായിട്ടുണ്ട്. അതിന് മധുരമുള്ള ഓറഞ്ചാന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി പഴുത്ത് കഴിയുമ്പോൾ അറിയാം കായുണ്ടായി. മധുരം ഉണ്ടാവട്ടെ. കണ്ട, വെള്ളപ്പൂവാണേ. ചെറിയ ചെറിയ മുട്ടുകളായിട്ടാണ് ഉണ്ടായത്. കണ്ട, പൂവാണത്. അപ്പോൾ നമ്മുടെ ഇടിഞ്ചക്ക ഇനി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പറമ്പിലുണ്ടായതാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ചക്ക മൂക്കണതാണ്. ഇത്തവണ ചക്ക താമസിച്ചാണ് ഉണ്ടായത്. ഇത് നല്ല വലിപ്പമുള്ള ചക്കയാണ്. പക്ഷേ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഒരിതേ ഉള്ളൂ, കൂടിയാന്നേ ഉള്ളൂ. പക്ഷെ നല്ല രുചിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ല നൂറുള്ള ചക്കയാണ്. അപ്പോൾ നമുക്ക് ഈ പശയൊക്കെ ഒന്ന് തുടച്ച് കളയണം. ഒരു തുണിക്കഷ്ണോ പേപ്പറിൻ്റെ കഷ്ണോ വെച്ച് തുടച്ചാൽ മതിയേ. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ പൊതിക്കുമ്പോൾ ഉള്ള ചകിരി വെച്ചാണെങ്കിലും തുടച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് 4ആക്കി മുറിച്ചെടുക്കാം. മുറിക്കണ സമയത്ത് കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തുടച്ചിട്ട് വേണേ. ആ കത്തിയിലും കയ്യിലൊക്കെ ഒരല്പം എണ്ണ തുടക്കുവാണെങ്കിൽ പശ അങ്ങോട്ട് പിടിക്കില്ല. പണ്ടൊക്കെ ഇങ്ങനെ വെട്ടുമ്പോൾ മണ്ണെണ്ണയൊക്കെ തുടച്ചിട്ടാണ് വെട്ടണേ. പക്ഷെ മണ്ണെണ്ണയുടെ മണമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ എടുക്കുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് തുടച്ചിരിക്കണേ. മണ്ണെണ്ണയൊന്നും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് നാലാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം നീളത്തിൽ തന്നെ.
എന്നാലാണ് അതിൻ്റെ ആ മുള്ളൊക്കെ ചെത്തിയെടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ചെത്തിയെടുക്കാൻ പറ്റും. ഇവിടെ മക്കളെല്ലാവരും കഴിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അവർക്കിഷ്ടമാണ് ഇതൊക്കെ. ഞാനധികവും ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെയാണ് വെക്കണേ. ഇറച്ചി മീനൊക്കെ കുറച്ചൊക്കെ വെക്കാറുള്ളൂ. വല്ലപ്പോഴും ഒക്കെ വാങ്ങാറുള്ളൂ. മാസത്തിൽ 2-3 പ്രാവശ്യം മാത്രമാണ് മീനൊക്കെ മേടിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ഈ പച്ചക്കറിയും കൊണ്ടാണ് ഉണ്ടാക്കണേ. വാഴപ്പിണ്ടിയോ വാഴക്കുടപ്പനോ ഇങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ അധികവും വെക്കുന്നത്. ഇനി ഇതിൻ്റെ ആ മുള്ളിൻ്റെ ഭാഗം വെച്ചങ്ങോട്ട് മുറിച്ചെടുക്കണേ. കണ്ടോ, പെട്ടെന്ന് കഴിയും. ഇത്തിരി പശയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇത് ഈ മുള്ളും ഇതൊക്കെ ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പത്തിൽ കഴിയും. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ആ കുനിഞ്ഞലിൻ്റെ ഭാഗം അങ്ങോട്ട് ചെത്തിക്കളയാം. എനിക്ക് ഈ പ്രായത്തിൽ തോരനുണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിൽ ചുളയും ചക്കക്കുരുവും അതിൻ്റെ ചവണിയും എല്ലാം നമുക്ക് കിട്ടുമല്ലോ. ആ മടലിൻ്റെ ഭാഗവും തീരെ ചെറുതായിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എടുക്കുമ്പം നമുക്കെല്ലാം ഒരുമാതിരി കിട്ടും. കണ്ട, ഈ ചക്കക്കുരുവിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ കാണുന്നെങ്കിലും അത് കിളുന്താണ്, കളുന്നാണ് അതിരിക്കണേ. അപ്പോൾ ഇത്തവണ താഴെ ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ ചക്ക, ബാക്കിയെല്ലാം മേളിലാണ്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇത് അരിഞ്ഞിടാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണേ. എന്നാലാണ് നമുക്കത് കല്ലേൽ വെച്ച് ഒതുക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. മിക്സിയുടെ ജാറിലിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ ഒരൊറ്റ കറക്കൽ കറക്കിയാൽ മതി. അതല്ലെങ്കിൽ ചോപ്പറിലിട്ടാണെങ്കിലും നമുക്ക് എടുക്കാം. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞ് ഫ്രീസറിലേക്ക് വെക്കാം, അല്ലെങ്കിൽ വേവിച്ചിട്ടാണെങ്കിലും വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കുറേശ്ശെ എടുത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ പകുതി ശമ്പൂവിനൊക്കെ കൊടുക്കുവേ. പകുതി ഭാഗം എപ്പോൾ എടുക്കുന്ന അത്ര ഭാഗമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ശമ്പൂവിനൊക്കെ കൊടുക്കുമ്പോൾ അതൊന്ന് തൊണ്ടൊക്കെ ചെത്തി കൊടുക്കും. എന്നുവെച്ചാൽ വേസ്റ്റൊക്കെ കളയാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാം ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടാം. കണ്ടോ, തീരെ കിളുന്താണ്. നമുക്ക് തോരനുണ്ടാക്കാൻ പറ്റിയ ഒരിതാണ്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ടേ ഇടാവുള്ളൂ. ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ തോരനുണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അര ഗ്ലാസ് ഇല്ല, 1/4 ഗ്ലാസ് വെള്ളം മതി. എന്നിട്ടിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ആ മഞ്ഞളും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ. അല്ലെങ്കിൽ കുക്കറിൻ്റെ 2 സൈഡും പിടിച്ചിട്ടൊന്ന് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാലും മതിയേ. ഞാനിപ്പോൾ ഒരു സ്പൂണ് വെച്ചാണ് ഇളക്കി കൊടുത്തത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 2 വിസിൽ കേട്ടാൽ മതിയേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണതും നല്ലതാണ്. അപ്പോൾ അതേ ഞാനിവിടെ കാന്താരി മുളക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. കാന്താരി പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പക്ഷിയൊക്കെ കാഷ്ടിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്കാണ്. അപ്പം ഞാൻ നല്ലത് നോക്കി പറിച്ചുകൊണ്ട് വന്നതാണ്. പഴുത്തതുമുണ്ട് പഴുക്കാത്തതുമുണ്ട്.
ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി ഇടാം. ഇപ്പം കിട്ടുന്നത് വലിയ വെളുത്തുള്ളിയാണല്ലോ. ഇനി കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം, കുറച്ച് ചുമന്നുള്ളി, ഒരു പിടുത്തം ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങ ചിരകിയത്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഒരു ഇതിലായിട്ട് കൊള്ളൂല. ഞാനിപ്പോൾ ചോപ്പറിലിട്ടാണ് അടിക്കണേ. ഇതിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒറ്റയടി അടിച്ചാൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് വലിച്ചെടുക്കാം. പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിതരിപ്പോട് കൂടി, ഒന്നും ചതഞ്ഞൊന്നും പോയിട്ടില്ല, അരഞ്ഞു പോയിട്ടില്ല. ചതഞ്ഞല്ല, അരഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതും ഇതേപോലെ തന്നെ എടുക്കാം, അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചക്ക വെന്തോല്ലേ എന്നൊന്ന് നോക്കാം. അപ്പോൾ അതേ നമുക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതേ വെള്ളമൊക്കെ വറ്റി, ഒട്ടും വെള്ളമില്ല. കണ്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് ചൂടാറിയിട്ട് വേണേ. കുറച്ചെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാനിത് ചൂടാറിയതിന് ശേഷം ഫ്രീസറിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു 2-3 പ്രാവശ്യത്തേക്കുള്ള ചക്കയുണ്ട് തോരൻ വെക്കാനായിട്ട്. ഇത്രയ്ക്ക് മതി. ഇനി ഇത് നല്ലതുപോലെ ചൂടാറട്ടെ. അപ്പോൾ ഇടിഞ്ചക്ക കിട്ടുമ്പോൾ ആരും കളയരുത്. ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ചോപ്പറിൽ തന്നെയാണ് എടുക്കണത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ട് വലിച്ചെടുക്കാം. നമ്മൾ തേങ്ങയും മുളകൊക്കെ ചതച്ച പോലെ. ഇടയ്ക്കൊന്ന് നോക്കണേ, ഇത് അരഞ്ഞു പോയിട്ടുണ്ടോയെന്ന്. നല്ല പൊടിയായിട്ട് കിട്ടിയാൽ മതിയേ. കണ്ടോ, ഇത് ഇതേപോലെ കിട്ടിയാൽ മതി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ തേങ്ങയുടെയും മുളകിൻ്റെയും കൂടെയൊന്നുമല്ല ഇട്ടിരിക്കണേ, വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റിയത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇത്തിരി അധികം ഇടണം, നല്ലതാണ്. അപ്പോൾ ആ കറിവേപ്പിലയുടെ മണമൊക്കെ വരുമ്പോഴത്തേനും നല്ലൊരു രുചിയായിരിക്കും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത്തിരി വലിപ്പമുള്ള ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നതാണ് നല്ലത്. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണം. കടുക് പൊട്ടിയതിന് ശേഷം ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
ഈ തേങ്ങക്കൊക്കെ ഒരു മഞ്ഞ നിറം കിട്ടുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ ചക്ക വേവിച്ചപ്പം അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതിലേക്ക് ഒരല്പം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. നമ്മുടെ കാന്താരി മുളകിനൊക്കെ നല്ല എരിവുള്ളതാണ്. അപ്പോൾ ആ കാന്താരി മുളകിൻ്റെ എരിവൊക്കെ വരുമ്പോഴത്തേനും നല്ലൊരു രുചിയായിരിക്കും. ഉണ്ടോ, നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഉണ്ട്, ഇതിപ്പോൾ അത്ര അധികമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു വലിയ ചട്ടി വെക്കണമെന്ന്. അപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിക്കിട്ടും, വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും നല്ലതാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ചക്കേനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ കഴിക്കണത് നല്ലതെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ കൈ കൊണ്ട് അങ്ങോട്ട് നിരത്തിയിട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ മുളകൊക്കെ കൂടെ വന്നപ്പോഴത്തേനേ ഇത്തിരി ഉപ്പിൻ്റെ കുറവ് പോലെ. അപ്പോൾ ഇടിഞ്ചക്ക കിട്ടുമ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.